ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 25. ഭാരം കുറച്ചുള്ള യാത്ര. നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. ജെയിംസ് എന്ന പേരുള്ള ഒരാൾ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി 2011 കിലോമീറ്റർ ദൂരം സൈക്കിൾ യാത്ര നടത്തി. യാത്ര 1496 കിലോമീറ്റർ പിന്നിട്ട സമയം എൻ്റെ സുഹൃത്ത് അയാളെ സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ ടെൻറ്റും മറ്റുമടങ്ങിയ ബാഗ് മോഷണം പോയി എന്നറിഞ്ഞ സുഹൃത്ത് തൻ്റെ ബ്ലാങ്കറ്റും സെറ്ററും നൽകാമെന്ന് പറഞ്ഞു. അയാൾ അത് നിരസിച്ച് കൊണ്ട് പറഞ്ഞത് തെക്കോട്ട് യാത്ര ചെയ്യും തോറും ചൂട് കൂടി വരുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കൾ ഒഴിവാക്കേണ്ടി വരുമെന്നാണ്. ലക്ഷ്യത്തിലേക്ക് എത്തും തോറും കൂടുതൽ ക്ഷീണിതനാകുമെന്നതുകൊണ്ട് ചുമക്കുന്ന ഭാരം പരമാവധി കുറച്ചുകൊണ്ടുവരണം എന്നുപോലും. ജെയിംസിൻ്റെ തിരിച്ചറിവ് കൊള്ളാം. ഇത് തന്നെയാണ് എബ്രായ ലേഖനക്കാരൻ്റെയും ചിന്തയും. ജീവിതയാത്ര തുടരും തോറും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഭാരം കുറച്ച് യാത്ര ചെയ്യണം. യേശുവിൽ വിശ്വസിക്കുന്നവർ എന്ന നിലയിൽ ഈ ഓട്ടം ഓടുന്നതിന് സ്ഥിരത ആവശ്യമാണ്. മുന്നോട്ട് പോകുന്നു എന്നുറപ്പായതിന് ക്ഷമയില്ലായ്മ, നിസ്സാര കാര്യങ്ങൾ മനസ്സിൽ വെക്കൽ എന്ന് തുടങ്ങി യാത്രയെ തടയുന്ന ഭാരങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. യേശുവിൻ്റെ സഹായമില്ലാതെ നന്നായും ഭാരമില്ലാതെയും ഈ ഓട്ടം പൂർത്തിയാക്കാനാകില്ല. നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരിക്കുവാൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായവനെ നോക്കാം. ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്നത് എന്താണ്? എങ്ങനെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഭാരം ഒഴിവാക്കി സ്ഥിരത കൈവരിക്കുവാൻ കഴിയും? ദൈവത്തിന് മഹത്വം.